സ്വാമി മുക്കായിട്ട് മാറിയത്. നമ്മുടെ പേരും പോത്താങ്കോട് സ്വാമി കൊണ്ട് വന്നുകൊണ്ടാണ്. അതുകൊണ്ടൊന്ന് മുമ്പേ പേര് സ്വാമി മുക്ക് എന്ന പേര്. ആ പേര് വരാൻ വേണ്ടി കാരണം ഇവിടുത്തെ ആൾക്കാരുടെ പേര് അറിയിപ്പ് ഇതാണ് പ്രകാരം ഈ റോക്കറ്റ് ചാമ്പറുകൾ ചെങ്കല്ലറകളെല്ലാം തന്നെ സ്വാമി കൊണ്ട് എന്നാണ്. അതുപോലെ കാസർഗോഡ് പോകുമ്പോൾ അതിൻ്റെ പേര് മാറിയിട്ട് പാണ്ഡവ ഗുഹ എന്ന് വിളിക്കും. പാണ്ഡവന്മാർ പണ്ട് വനവാസത്തിന് പോയ സമയത്ത് താമസിച്ചെന്ന് പറയപ്പെടുന്നത്. ഈ പാണ്ഡവന്മാർക്ക് വേണ്ടിയിട്ട് അരി പാകം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഭക്ഷണം വെച്ച സമയത്ത് അരി പോവാത്തതിൻ്റെ ഭാഗമായിട്ട് ഭക്ഷണം മറച്ചു വെച്ചിട്ടുണ്ടാകുന്നതാണ് ഈ അടുപ്പ് കൂട്ടി പറയുന്ന ഒരു സ്മാരകം എന്നാണ് അവർ കൊടക്കലിനെ പറ്റി പറയുന്നത്. അത് കൊടക്കലിലാണ്. അവർ പറയുന്നത് അടുപ്പ് കൂട്ടി പാറ എന്ന് പറയുന്നത് പാണ്ഡവന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഐതിഹ്യം കൂട്ടുകയാണ് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ചിതാംകുടി പുത്തിക പൈവളിക ഭാഗത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു പറയുന്ന പേരുണ്ട്. അവർ പറഞ്ഞ പേര് അതിന് പീരങ്കി ഗുഹ എന്നാണ്. അപ്പോൾ അവർ പറഞ്ഞത് ബ്രിട്ടീഷുകാർ വന്ന സമയത്ത് പീരങ്കി വെക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ റോക്കറ്റ് ചേമ്പർ എന്ന് അവർ പറയുന്നത്. അപ്പോൾ ആൾക്കാർ അവരുടെ ഭാവന വെച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ശരിക്കുന്നതാണ് നമ്മൾ കാണുന്നവർക്ക് പല പേരുകളുണ്ട്. ചിലർ പറയും അതിനെ നിധിക്കുഴി എന്ന് പറയും. കാരണം ആൾക്കാരുടെ വിചാരം നിധി കിട്ടുന്ന വിചാരം. അതുകൊണ്ട് എന്ത് ചെയ്യും, കണ്ടപ്പാട് തന്നെ ആരോടും പറയാണ്ട് JCB കൊണ്ട് മാന്തി പൊട്ടിച്ച് നോക്കും. എന്ത് കിട്ടും, ശരിക്കും നിധി കിട്ടും. നിധി കിട്ടിയ ആൾക്കാരുണ്ട്. രാഘവൈറസ് സാർ നിധി കിട്ടിയ വ്യക്തി. കാരണം അദ്ദേഹത്തിൻ്റെ വീടിനടുത്ത് മനോഹരമായൊരു റോക്കറ്റ് ചേമ്പറുണ്ട്. അതുകൊണ്ട് അദ്ദേഹം എന്തായിട്ട് മാറി, ചരിത്രകാരനായിട്ട് മാറി. ആണ് നിധി എന്ന് പറയുന്നത്. കാരണം അദ്ദേഹം ലോകത്തിന് മുമ്പാകെ ചരിത്ര സത്യം വെളിപ്പെടുത്തുകയുണ്ടായി. അങ്ങനെ ലോകം അറിയുന്ന ഒരു ചരിത്രകാരനായിട്ട് അത് സ്കൂൾ അധ്യാപകൻ മാത്രമായിരുന്നു. പക്ഷേ അദ്ദേഹം ലോകം അറിയുന്ന നമ്പർ 1 ചരിത്രകാരൻ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഒന്നാം നമ്പർ ചരിത്രകാരൻ എന്ന് പറയാൻ വേണ്ടി പറ്റും. കാരണം MGS സാറിന് കൂടെ കൂട്ടിക്കൊണ്ട് തന്നെ അദ്ദേഹം കുറേയധികം നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെയാണ് നിധി എന്ന് പറയുന്നത്. നിധി കിട്ടുന്ന ഒരു ചാൻസ് ഉണ്ട്. കാരണം പലപ്പോഴും ഈ റോക്കറ്റ് ചേമ്പറെല്ലാം തന്നെ ലാൻഡ് മാർക്കുകളാണ്. അപ്പോൾ ഇവിടെ പലപ്പോഴും ആക്രമണം ഉണ്ടാകുന്ന സംഭവിക്കും. പലായനം ചെയ്യുമ്പോൾ ആൾക്കാർ സ്വന്തം കൊണ്ട് പലായനം ചെയ്യില്ല. അവരറിയുന്ന സ്ഥലത്ത് മൂടി വെക്കും. ഏറ്റവും നല്ല സ്ഥലം റോക്കറ്റ് ചേമ്പറാണ്. അപ്പോൾ റോക്കറ്റ് ചേമ്പർ ഉണ്ടാക്കുന്നവർ വെച്ച സ്വർണ്ണമല്ല. ഈ ഒളിച്ചോടി ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്ന നാടുവാഴികളും മറ്റും അവർ മടങ്ങി വരാൻ വേണ്ടിയിട്ട്. കാരണം ആക്രമണങ്ങൾ താൽക്കാലികമായിട്ട് ഉണ്ടാവുകയുള്ളൂ. അവർ തിരികെ പോകുന്നവർക്ക് അറിയാം. അപ്പോൾ ഇങ്ങനെ പോകുന്ന ഈ നാടുവാഴികൾ സ്വർണ്ണവും മറ്റും ഈ റോക്കറ്റ് ചേമ്പറിനുള്ളിൽ അടച്ചു വെക്കും. ശരിക്കും നമ്മൾ ഈ പോത്താങ്കണ്ടത്തിലും ഈ അടുത്ത് ആർക്കോളജി സർവേ ഓഫ് ഇന്ത്യ വന്നിട്ട് ആർക്കോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് വന്നിട്ട് നടത്താൻ ശ്രമിക്കുകയുണ്ടായി. അപ്പോൾ അവിടെ എല്ലാം കാണുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. ഒരു ഫുള്ള് അടച്ച രീതിയിൽ ഉണ്ടാവുക. അപ്പോൾ അതിനുള്ളിൽ വെച്ച് പോയി കഴിഞ്ഞാൽ ഇവർക്ക് സേഫായിട്ട് അവിടെ നിൽക്കുമെന്ന് അറിയാം. അപ്പോൾ ഇങ്ങനെ പോയ നാടുവാടികൾ വഴിയിൽ വെച്ചിട്ട് പഴയവിടുന്ന് മരണപ്പെട്ടു പോകും. അപ്പോൾ സംഭവിക്കും, അതവിടെ കിടക്കും. കുറേ കാലം കഴിയുമ്പോൾ ആരെങ്കിലും മാധ്യമം നിധി കിട്ടും. അപ്പോൾ അവർ പറയും എല്ലാവരും നിധി ഉണ്ടെന്ന്. ഇത് തമ്മിൽ ബന്ധമില്ലാത്തതാണ്. ഈ റോക്കറ്റ് ചേമ്പറും ഇതിൽ ബന്ധമില്ലെങ്കിൽ ലാൻഡ് മാർക്കായിട്ട് ആൾക്കാർ ഒളിപ്പിച്ച് വെക്കുന്ന സാധനങ്ങൾ എപ്പോഴും കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും നിധി കിട്ടുമെന്നൊരു ചിന്തയാണ് വളരുന്നത്. അതൊരു പ്ലാച്ചിക്കറിയിൽ അങ്ങനത്തെ ഒരു സംഭവം പറയാറുണ്ട്. അവിടെ ഡോൾമെൻ ഉണ്ടായിരുന്നു. ഡോൾമെൻ്റെ പീസ് മാത്രം അവിടെയുണ്ട്. ഡോൾമെൻ അറിയില്ലേ? സിസ്റ്റ് അറിയോ? ഡോൾമെൻ സിസ്റ്റ് റോക്കറ്റ് ചേമ്പർ ഇവിടുത്തെ മെയിനായിട്ട് അറിയപ്പെടുന്ന നമ്മുടെ അറകളെ എടുക്കുന്ന പേരാണ്. നമ്മൾ പഴുതറാന്ന് വിളിക്കപ്പെടുന്ന ഭൂമിക്കടിയിലേക്ക് ഒഴിച്ചു വെച്ച കരിങ്കൽ പാളികളെ നമ്മൾ സിസ്റ്റ് എന്ന് പറയുക. അത് ഭൂമിക്ക് മുകളിലാണെങ്കിൽ നമ്മൾ ഡോൾമെൻ എന്ന് പറയും. അതുപോലെ ചെങ്കല്ലാണെങ്കിൽ ചെങ്കല്ലറ എന്ന് പറയും. എല്ലാം സെയിമാണ്. പല രീതി അറിയപ്പെടുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഈ ഭാഗത്താണ് ചെങ്കല്ലറകൾ കാണപ്പെടുന്നതെങ്കിൽ നമ്മുടെ വയനാടിനപ്പുറം പോയി കഴിഞ്ഞാലുള്ളത് മെയിനായിട്ട് സിസ്റ്റും ഡോൾമെനുമാണ്. ലോകത്തെല്ലായിടത്തും ഡോൾമെൻ ഉണ്ട്. ഇപ്പോൾ നമ്മൾ അബുദാബിയിൽ പോയാൽ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം അവിടുത്തെ അബുദാബി മ്യൂസിയമാണ്. ഉള്ളിൽ കയറണമെങ്കിൽ 1000 രൂപ കൊടുക്കണം. അവിടുത്തെ എത്രയാണ് ഇപ്പോൾ 1600 രൂപ കൊടുക്കണം. 100 ദിർഹമാണ് കൊടുക്കേണ്ടത്. അത് കാണുന്നത് അവിടെ പോയി കാണുക മൊത്തം ഈ ഡോൾമെനാണ്. ഡോൾമെൻ പറക്കി വെച്ചിട്ടുണ്ട്. അവർ മ്യൂസിയം വരെ വെച്ചിട്ടുണ്ട്. അത് കാണാൻ വേണ്ടി കൊടുക്കേണ്ട രൂപ 1000 രൂപയാണ്. അങ്ങനെ ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ നാട്ടുകാർക്ക് അതിനൊരു വിലയില്ല. അതാണ് ഈ പ്രശ്നം വരുന്നത്. അതിനെപ്പറ്റി നമ്മൾ അവവാദം നമുക്ക് ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ നശിപ്പിച്ച് കളയുന്നത്. അതുപോലെ നീലേശ്വരത്ത് മുമ്പ് നല്ലൊരു സ്മാരകം ഉണ്ടായിരുന്നു, കുറേ ഇങ്ങനത്തെ സ്റ്റോക്കാട്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ ജോസിൽ പോയി കണ്ടു. ജോസിൽ പറഞ്ഞു അതിനടിയിൽ നിധി ഉള്ളത്. അവർ മൊത്തം പാറ മാറ്റി പൊളിച്ചു. എന്ത് കിട്ടിയൊന്നും കിട്ടിയില്ല. അതാണ് സംഭവിക്കുന്നത്. നമ്മുടെ നാട്ടുകാർക്ക് നിധി വേണം. അതിൻ്റെ പേരിൽ അവർ നമ്മുടെ സ്മാരകങ്ങൾ തകർത്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനെപ്പറ്റി അവെയറായിട്ട് മാറുക. എൻ്റെ കൂടെ എപ്പോഴും വരുന്നൊരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് സതീശൻ കാളിയാണെന്നാണ്. പക്ഷെ അദ്ദേഹത്തിന് നിധി കിട്ടിയെന്ന് പറയാൻ വേണ്ടി വരും. എന്തുകൊണ്ടാണെന്ന് അറിയോ? അദ്ദേഹം നമ്മുടെ കൂടെ വരുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പോൾ IAS ക്വസ്റ്റ്യനായിട്ട് വരുന്ന അദ്ദേഹത്തിൻ്റെ പേര് കൂടിയാണ്. നിങ്ങളിപ്പോൾ രാജീയ ഇൻസ്റ്റിറ്റ്യൂട്ട് അടിച്ചു നോക്കിയാൽ മതി. അല്ലെങ്കിൽ IAS സതീശൻ കാളിയൻ അടിച്ചു നോക്കിയാൽ രാജീയ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരും അതുപോലെ ഇതിൻ്റെ നമ്പർ 1 എല്ലാ IAS പോയിൻറ്റുള്ള എല്ലാ സ്ഥാപനങ്ങളുടെയും മുടികളിൽ അദ്ദേഹത്തിൻ്റെ പേരുണ്ട്. അപ്പോൾ അതാണ് നമുക്ക് ലഭിക്കുന്ന ഒരു അംഗീകാരം എന്ന് പറയുന്നത്. നമ്മളിത് കണ്ടാലും വെറുതെ പോകാൻ വേണ്ടി പാടില്ല. എവിടെ കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത് അറിയിക്കുക, അതിനെപ്പറ്റി പഠിക്കുക. അങ്ങനെ അതിലൂടെ നമുക്ക് ചരിത്രം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. മറഞ്ഞുപോയ ചരിത്രത്തെ വീണ്ടെടുക്കാൻ വേണ്ടി പറ്റും. നമ്മുടെ ഒരു പഴയ കാലത്തെ ഓർമ്മകളാണ് ഇതെല്ലാം. ഇവിടെയെല്ലാം കിടക്കുന്നതിൽ ശരിക്കും പറ്റി വിശദമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നോക്കി പോകുമെങ്കിൽ ഫോറിനേഴ്സിൽ വന്നു കഴിഞ്ഞാൽ ശരിക്കും ഇതിനെ വ്യക്തമായിട്ട് പഠിക്കും. പിന്നെ നമുക്കറിയാം റോക്കറ്റ് ചേമ്പർ കാണുമ്പോൾ അതിൻ്റെല്ലാം ഒരു വലിപ്പം നോക്കുമ്പോൾ എല്ലാം ഡെസിമൽ വരുന്നില്ല. ഒന്നിക്ക് 50 സെൻറ്റിമീറ്റർ 70 സെൻറ്റിമീറ്റർ. അപ്പോൾ അത് നോക്കി നമുക്ക് ചിലപ്പോൾ അതിനെപ്പറ്റി നിഗമനം എടുത്താൻ വേണ്ടി പറ്റും. നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അത് എന്തുകൊണ്ട് നമ്മുടെ അളവ് വരുന്നില്ല. നമ്മുടെ അളവാണെങ്കിൽ ഡെസിമൽ വരുമല്ലോ.
ചെവിട 35, 37, 38 വരുന്നില്ല, 40 അല്ലെങ്കിൽ 50, 70, 90 അങ്ങനെയാണ് ഈ റോക്കറ്റ് ചേമ്പറിൻ്റെ കവാടത്തിൻ്റെ വലിപ്പം വരുന്നത്. അപ്പോൾ അത് നോക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും അതിനൊന്ന് വ്യത്യാസം നമുക്ക് കാണാം. പിന്നെ അവിടെ ഈ എല്ലാത്തിൻ്റെയും കവാടം കാണുമ്പോൾ നമ്മുടെ രീതിയിലല്ല കാണപ്പെടുന്നത്, നേരെ റിവേഴ്സായിട്ടാണ് അതിൻ്റെ ആ കവാടം കാണുന്നത്. അതുപോലെ മറ്റു എന്താണ്, ശരിക്ക് നിലം നോക്കുകയാണെങ്കിൽ നല്ല ഫ്ലാറ്റാണ്. എങ്ങനെയാണ് ആ സമയത്ത് ശരിക്ക് ഇപ്പോഴെ ഭൂമി നിരപ്പാക്കാൻ വേണ്ടി പല മാർഗങ്ങളുമുണ്ട്. അവരെങ്ങനെയാണ് അത്ര വൃത്തിയായിട്ട് തന്നെ അവർ ഭൂമിയുടെ നിലത്ത് ഇങ്ങനെ സ്ട്രെയിറ്റ് ആക്കി നമുക്ക് അത്ഭുതപ്പെടുന്ന കാര്യമാണ്. ഇപ്പോൾ പറയുന്നത് അവർ വലിയ പാത്രത്തിൽ വെള്ളം എടുത്തിരിക്കാം, ആ വെള്ളം വലിയ പ്ലേറ്റ് പോലുള്ളവ, അതിന് മുകളിൽ വെള്ളം നിറച്ചിട്ട് അങ്ങനെയായിരിക്കും വാട്ടർ ലെവൽ ഉണ്ടാക്കിയെന്ന് പറയപ്പെടുന്നത്. വാട്ടർ ലെവലിൻ്റെ പൈപ്പോ സംവിധാനം ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ വാട്ടർ ലെവൽ നോക്കാൻ വേണ്ടി അവർ തളികകളിൽ വെള്ളം വെച്ചിരിക്കാമെന്നാണ് പറയുന്നത്. അല്ലാണ്ട് അത്രയും കൃത്യമായിട്ട് അവർക്ക് ഒരു വാട്ടർ ലെവലിംഗ് കൃത്യമായിട്ടാണ് അവർ ഈ റോക്കറ്റ് ചേമ്പർ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത്രയും നല്ല സാങ്കേതിക വിദ്യ കൊണ്ടാണ് ആ ഒരു കാലത്ത് ആൾക്കാർ ഇതെല്ലാം ഉണ്ടാക്കി നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും.